എല്ലാവരും കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ശ്ലോകമാണ് യോഗശ്ചിത്തവൃത്തി നിരോധ എന്നുള്ളത്. എന്നാൽ എന്താണ് ചിത്തവൃത്തി എന്നുള്ളത് ആദ്യം അറിയേണ്ടതില്ലേ? എന്നാലേ ചിത്തവൃത്തി നിരോധം എന്താണെന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ചിത്തവൃത്തി? നമ്മൾ ഒരു കാര്യം കാണുന്നു. അതൊരു മനുഷ്യനായിരിക്കാം, ഒരു സംഭവമായിരിക്കാം, ഒരു വാക്കായിരിക്കാം, ഒരു നോട്ടമായിരിക്കാം. പക്ഷേ നമ്മൾ കണ്ടത് അവിടെ തീരുന്നില്ല. മനസ്സുടനെ ജോലി തുടങ്ങും. ഇതെന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മുൻപ് കണ്ടതുമായി സാമ്യമുണ്ടോ? ഇതിൽ അപകടമുണ്ടോ? ഇതിലെനിക്ക് അപമാനമുണ്ടാകുമോ? ഇതിലെനിക്ക് ലാഭമുണ്ടോ? ഇങ്ങനെ മനസ്സ് കണ്ട കാര്യങ്ങളെ വെറുതെ കാണുകയല്ല, അത് അപഗ്രഥിക്കുന്നു, താരതമ്യം ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു, അവസാനം ഒരു നിഗമനത്തിലെത്തുന്നു. ആ നിഗമനം ശരിയായിരിക്കാം, അതാണ് പ്രമാണം. ആ നിഗമനം ഒരു പക്ഷേ തെറ്റായിരിക്കാം, അതാണ് വിപര്യം. കാണാത്ത കാര്യം പോലും മനസ്സ് വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കാം, അതാണ് വികല്പം. ഒന്നും കാണാത്തപ്പോൾ പോലും മനസ്സ് ഒരവസ്ഥയിൽ തുടരാം, അതാണ് നിദ്ര. കണ്ടതും കേട്ടതും അനുഭവിച്ചതും പിന്നെയും പിന്നെയും മനസ്സിലേക്ക് വരാം, അതാണ് സ്മൃതി. അതായത് വെറുതെ മനസ്സ് ചിന്തകൾ ഉണ്ടാക്കുന്ന യന്ത്രമല്ല, മനസ്സ് ഒരു ലോകം നിർമ്മിക്കുന്ന യന്ത്രമാണ്. നമ്മൾ കാണുന്ന ലോകം പോലും പലപ്പോഴും പുറത്തുള്ള ലോകമല്ല, മനസ്സ് അപഗ്രഥിച്ചെടുത്ത ലോകമാണ്. അതുകൊണ്ട് യോഗസൂത്രം ചിന്തകളെ മാത്രം കുറിച്ച് സംസാരിക്കുന്നില്ല, മനസ്സിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കാണൽ, തിരിച്ചറിയൽ, തെറ്റിദ്ധരിപ്പിക്കൽ, കൽപ്പിക്കൽ, ഉറക്കം, ഓർമ്മ ഇവയെല്ലാം ചിത്തവൃത്തികളാണ്. ഇത് മനസ്സിലായാൽ മാത്രമേ ചിത്തവൃത്തി നിരോധം എന്ന വാക്കിൻ്റെ ആഴം മനസ്സിലാകൂ. മനസ്സിനെ നശിപ്പിക്കലല്ല, മനസ്സുണ്ടാക്കുന്ന ലോകത്തെ സാക്ഷിയായി കാണുക എന്നതാവാം ചിത്തവൃത്തി നിരോധം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രമാണ വിപര്യ വികൽപ്പ നിദ്രാസ്മൃതയ യോഗസൂത്ര സമാധിപാദം 6-ാമത്തെ ശ്ലോകം.